ഹല്ലേലൂയ. ഞങ്ങളെ മുന്നോട്ടും അങ്ങയുടെ വചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. Oh God, help us to hear your word once again. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. In the name of Jesus Christ. Amen. Amen. ഇന്ന് വചനത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. Today when I am giving this message, I have a request to you. Please listen to this word very carefully. അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. പക്ഷേ ഇത് ഞാൻ ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ലെക്ചർ എടുക്കുകയല്ല. എല്ലാം അങ്ങ് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. If it's very essential, then you may take down notes. Otherwise, you did not write down everything that I'm saying, like in a school or in a college. നമ്മളുടെ ദൈവം അവൻ വലിയവനായ ദൈവമാണ്. Our God, He is a great God. ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. He is the God who created the heavens and the earth. അവൻ എല്ലാ സ്തുതിയും ബഹുമാനത്തിനും യോഗ്യനാണ്. He is worthy of all praise and honor. യെശയ്യാവ് 66 അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Let's look into the book of Isaiah, chapter 66, verses 1 and 2. മലയാളത്തിൽ നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമസ്ഥലം ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. Heaven is the throne of God. ഭൂമി അവന്റെ പാദപീഠമാണ്. The earth is God's footstool. ഈ ദൈവത്തെ നമുക്കങ്ങ് ഒതുക്കാൻ പറ്റത്തില്ല. We cannot limit God into a small boundary. ദൈവത്തെ നമുക്കങ്ങ് ചെറുതാക്കാൻ പറ്റത്തില്ല. We cannot limit God and make him into something very small. ചെറുതാക്കാൻ ശ്രമിക്കാം. We may try to do so. നമുക്ക് ഒരു വിഗ്രഹം ഉണ്ടാക്കാം. We can make an image of God. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ we can put God in a box. അതായത് ഒരു ചെറിയ ഒരു ഇതിലേക്ക് മാറ്റി നിർത്താം. We can put God in a box. പക്ഷെ നമ്മൾ മാറ്റി നിർത്തിയെന്നും പറഞ്ഞ് ദൈവം അങ്ങ് മാറിപ്പോകുന്നില്ല. ദൈവം വലിയവനായ ദൈവമാണ്. But even if we try to put God in a box, God is not put in a box. He is always a great God. ഈ ദൈവം അവൻ ആരെയാണ് കടാക്ഷിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. To whom does God look to? എഴുതിയിരിക്കുന്നത് അരിഷ്ടനും മനസ്സ് തകർന്നവനും അങ്ങനത്തെ ആളിനെയാണ് അവൻ കടാക്ഷിക്കുന്നത്. It's written in verse 2, he who is humble and contrite in spirit and trembles at my word, this is the one to whom I will look. അവന്റെ വചനത്തിൽ വിറയ്ക്കുന്നവൻ അങ്ങനത്തെ ആളിനെയാണ് അവൻ കടാക്ഷിക്കുന്നത്. He who trembles at his word, this is the person to whom God will look. പക്ഷെ ആദ്യം മുതലേ മനുഷ്യരെ അവൻ എന്താണ് കുഴപ്പം കാണിച്ചത്? But from the beginning, what has been the problem with man? റോമാലേഖനം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മനുഷ്യര് ദൈവത്തെ ദൈവമായിട്ട് മാനിച്ചില്ല, അവന് നന്ദി കൊടുത്തില്ല. Romans chapter 1 very clearly says, where Paul is writing, man did not honor God as God. He did not give God the glory or give God the thanks due to his name. ഈ യെശയ്യാവ് തന്നെ പിന്നെ 53-ാം അധ്യായത്തിൽ പറയുന്നു, എല്ലാ മനുഷ്യരും അവര് ആടുകളെ പോലെ തെറ്റിപ്പോയി. Isaiah 53 says, everyone has gone astray like sheep. അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം,
ഈ ആടുകളെല്ലാം ഒരേ രീതിയിലല്ല കുഴപ്പമായത്. Uh, അവര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഈച്ച് വൺ ടു ഹിസ് ഓൺ വേ, അതായത് ഓരോരുത്തരും അവരവരുടെ വഴിയില് അങ്ങ് പോയി. But what's interesting in this verse is that each sheep had gone his own way. They were not equally and in a very similar way, they were going astray. പക്ഷെ അതിനകത്ത് മെയിൻ കാര്യം, ഈ ആടുകള് ദൈവത്തിന്റെ വഴിയിലല്ല പോയത്. But the main point is that these sheep were not going in the way of the Lord. ആരാണ് ഈ അരിഷ്ടനായിട്ടുള്ള മനുഷ്യൻ? Who is this person who is humble and contrite in spirit? യഥാർത്ഥമായിട്ടും താഴ്മയുള്ള മനുഷ്യൻ ആരാണ്? Who is the person who is actually humble? യഥാർത്ഥമായിട്ടും താഴ്മയുള്ള മനുഷ്യൻ അവന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനയ്ക്കും. A truly humble person, he will consider God and acknowledge God in all his ways. യഥാർത്ഥമായിട്ടും താഴ്മയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം വലിയവനാണ്, ദൈവത്തിന്റെ വചനം വലുതാണ്, അവന്റെ ജ്ഞാനം വലുതാണ്. അതുകൊണ്ട് അവനെ തന്നെ ദൈവത്തിന് മുമ്പാകെ താഴ്ത്തും. A truly humble person will acknowledge God and his word and his wisdom as really great, and therefore he will humble himself under the authority and greatness of this God. അവന്റെ വചനത്തിൽ വിറയ്ക്കുന്നവൻ എന്ന് ഇവിടെ പറയുന്നു. It says in this word, he who trembles at the word of God. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of that? അതിന്റെ അർത്ഥം അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? What does it mean when it says, he who trembles at my word? അവന്റെ വചനത്തിൽ വിറയ്ക്കുന്നയാള്, അതിന്റെ അർത്ഥം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ചില ചിന്താഗതികളുണ്ട്, ആ വ്യക്തിക്ക് ചില കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ്, അല്ലെ ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അതിൽ വലുതായിട്ടുള്ള കാര്യമൊന്നും ഇല്ല. So this person may have his own ideas and opinions and perspectives, but once he understands the perspectives and opinions of God, then there's no other perspective or opinion apart from God's for this person. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇനി എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. As far as this person is concerned, he or she will say, since this is the will of God, I have no other will but to do God's will. നമുക്ക് മുന്നോട്ട് പോവാം. പഴയ നിയമത്തിൽ യെശയ്യാവ് 30-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. Let's look into the book of Isaiah chapter 30 and read a few verses. അവിടെ ദൈവത്തിന്റെ ജനത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We can understand a bit more what God wants from his people. അതിന്റെ 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചാട്ടെ. Let's read Isaiah 30 verses 1 to 3. യെശയ്യാവിന്റെ പുസ്തകം 30ന്റെ 1 തൊട്ട് 3 വരെ. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മത്സരമുള്ള മക്കൾ എന്ന് ഇവിടെ ദൈവം ഇസ്രായേൽ മക്കളെ വിളിക്കുന്നു. Here God calls the Israelites a rebellious people. ഒരു മക്കളല്ലെന്ന് പറയുന്നില്ല. He's not saying that they are not my children. പക്ഷെ മത്സരമുള്ള മക്കൾ. But he is addressing them as a rebellious children. എന്തിനാണ് ദൈവം ഇവിടെ ഇസ്രായേൽ മക്കളെ മത്സരമുള്ള മക്കൾ എന്ന് വിളിക്കുന്നത്? Why does God address the Israelites as rebellious children? വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും. It's very clearly written here, who without asking for my direction.
ദൈവത്തിന്റെ ആഗ്രഹം എന്തുവാ? എന്തെങ്കിലും ആലോചിക്കുമ്പോൾ അത് ദൈവത്തെയും കൂടെ അതിലെ ഉൾപ്പെടുത്തണം. So what does God desire? What do we understand through this word? God desires that when we do something, we need to involve God and His will in our matters. എന്തിനാണ് അവരെ മത്സരമുള്ള മക്കൾ എന്ന് വിളിച്ചത്? അവരെ എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുന്നു. They are making an alliance not by His Spirit. എന്തുവായിരുന്നു അവർ ഇസ്രായേൽ മക്കൾ കുഴപ്പം കാണിക്കുന്നത്? What were the Israelites doing wrong here? അവരുടെ അന്ന് പൊളിറ്റിക്കലായിട്ട് അവരുടെ രാജ്യത്തിന് ഭീഷണി വന്നപ്പോൾ, when their land was facing a threat, മറ്റ് ചില രാജ്യങ്ങൾ അവരുടെ മേളിൽ ആക്രമണം ചെയ്യും എന്നവർക്ക് ഭയം വന്നപ്പോൾ, when they were afraid that other nations were trying to attack the nation of Israel, അവര് ആരോടാ സഹായം ചോദിച്ചെന്നറിയാമോ? do you know whom they approached for help? ദൈവത്തോടല്ല. They didn't approach God for help. അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ദൈവം അവരെ പല പ്രാവശ്യം രക്ഷിച്ചു, സഹായിച്ചു. If we look at the history of Israel, we see that God helped them and rescued them several times. എന്നാൽ ഇത്രയും പ്രാവശ്യം അവരെ രക്ഷിച്ചിട്ട് പോലും, But in spite of rescuing them so many times, അടുത്ത ഒരു പ്രശ്നം വന്നപ്പോൾ, when another trouble came up, അടുത്തൊരു ഭീഷണി വന്നപ്പോൾ when another threat came up, എന്തോ ചെയ്തു? what did Israel do? അവരാരിൽ നിന്നാണ് സംരക്ഷണം ചോദിച്ചത്? Whom did they approach for help and protection? ഫറവോന്റെ കയ്യിൽ നിന്ന്. They approached the Pharaoh of Egypt. അവര് മിസ്രയീമിന്റെ അടുക്കിലേക്ക് പോയി സഹായത്തിന്. They went down to Egypt for help. ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തുവാ വിളിക്കുന്നത്? Now, what does God call such group of people? മത്സരമുള്ള മക്കളെ. He calls them stubborn children. മക്കളെ എന്ന് വിളിക്കും, He calls them children, പക്ഷെ മത്സരമുള്ള മക്കളെ എന്ന് but he വിളിക്കും. calls them stubborn children. 9 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. Let's look into verses 9 to 11. അവർ മത്സരമുള്ള ഒരു ജനവും ഭോഷ്ക് പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. അവർ ദർശകന്മാരോട് യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതികളല്ലോ. Now God addresses them as children unwilling to hear the instruction of the Lord. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. So that was the problem with the Israelites. ഇന്ന് പല വിശ്വാസികളും അവരിങ്ങനെ പറയുന്നു, അയ്യോ ഞാൻ അങ്ങ് ഭയത്തിൽ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. Today many believers say, oh, I was feeling so afraid, that is why I reacted like this. ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. I was fearful, that is why I did like this. ഞാൻ ടെൻഷനിലായിരുന്നു, എക്സാമിന് വളരെ ടെൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് കോപ്പി അടിച്ചത്. Oh, I was so tensed in my exams, so I copied in my exams. എന്റെ ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് വളരെ ടെൻഷനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൈക്കൂലി കൊടുത്തു. So I was so tensed whether my thing would get done or not, so I decided to give bribe. എന്റെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയത്. I was very anxious whether my marriage will take place or not, so that's why I eloped with somebody. എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് പ്രിയമുള്ളവരെ. Each and every person has their own set of problems. എന്റെ ഈ കാശില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്. I didn't have money, so that's why I stole. ഇസ്രായേൽ മക്കൾ പറയുന്നു, ഞങ്ങളെ വേണ്ട ഈ അസീരിയ അല്ലെങ്കിൽ ബാബിലോൺ വന്ന് വിഴുങ്ങും, അതുകൊണ്ടാണ് ഞങ്ങൾ ഫറവോന്റെ അടുത്ത് പോയത്. Israelites are saying, oh, we were scared that Assyria or Babylon would come and attack us, so that's why we went to Egypt for help. 10 വാക്യം. Let's read verse 10. അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പീൻ, വ്യാജങ്ങളെ പ്രവചിപ്പീൻ. ദർശകന്മാരോട് നിങ്ങള് ദർശകനൊന്നും കാണണ്ട, നിങ്ങൾ ഞങ്ങളോടൊന്നും പറയണ്ട എന്നാണ് ഇവിടെ പറയുന്നത്.
They are saying to the seers, do not see, don't tell us anything. അന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട ദൈവത്തിൽ നിന്ന്. So Israelites were saying, we don't want to hear anything from the Lord. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറ. Speak to us things that we like to hear. ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങൾ പറ. Speak to us words of comfort. ഇസ്രായേലിന്റെ രാജാവ് ആഹാബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. There was a king in Israel, his name was Ahab. അവിടെ അദ്ദേഹത്തിന്റെ ഇസ്രായേലിന് ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ മുൻപോട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. When Israel was facing a crisis, they were thinking what to do next. അപ്പം യഹോശാഫത്ത് ആയിരുന്നു യൂദയുടെ രാജാവ്. At that point of time, Jehoshaphat was the king of Judah. അപ്പൊ അദ്ദേഹം ഇച്ചിരൂടെ ഒരു ആത്മീയനായിരുന്നു ഈ ആഹാബിനെക്കാട്ടിലും. He was more godly than Ahab. അപ്പൊ അദ്ദേഹം ആഹാബിനോട് പറഞ്ഞു നമുക്ക് പ്രവാചകന്മാരോട് ചോദിക്കാം. So King Jehoshaphat called Ahab and said, let's ask the prophets. പുറത്തോടെ ഇത് പഴയ നിയമകാലമായിരുന്നു. അപ്പൊ അന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാജാക്കന്മാര് പ്രവാചകന്മാരോട് ചോദിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ പുറകെ നടക്കേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് അങ്ങനെ ചോദിച്ചു. So we must remember that in the Old Testament times, kings used to approach prophets to know the will of God. But in our present day times, we need not do that. We can do so directly and ask the Lord. യഹോശാഫത്ത് പറഞ്ഞു നമുക്ക് ദൈവത്തിന്റെ ആലോചന ചോദിക്കാം. King Jehoshaphat said, okay, come, let's ask for what God wants of us. അപ്പൊ ആഹാബിനെ അറിയാവുന്ന കുറെ പ്രവാചകന്മാരെ 400 പേരെ വിളിച്ചു. So King Ahab called around 400 prophets whom he knew well. അവരെല്ലാം ഈ ആഹാബിന് ഇഷ്ടമുള്ള കാര്യം പറയുന്നതായിരുന്നു. So he knew that these prophets would say things which are comforting and smooth to hear. പക്ഷെ ഈ യഹോശാഫത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തോ ഇത് ദൈവത്തിന്റെ ആലോചനയായിട്ടൊന്നും തോന്നില്ലല്ലോ. നിങ്ങളുടെ ഇവിടെ ഒരു യഥാർത്ഥ ഒരു ആരും ഇല്ലേ, ഒരു പ്രവാചകനൊന്നും ഇല്ലേ? So when King Jehoshaphat had heard their words, he felt, don't we have a real actual prophet in this place? അപ്പം ആഹാബ് പറയാ, ഒരുത്തനുണ്ട്, മീഖയ, പക്ഷെ അവന് എനിക്ക് ഇഷ്ടമുള്ള ഒന്നും പറയാറില്ല. So King Ahab said, oh, there's one man, his name is Micaiah, but he doesn't say things which are soothing to me. പ്രിയമുള്ളവരെ, ഇന്നും നമ്മളെ പോലുള്ള പലർക്കും ആശ്വാസവാക്ക്, അതായത് എന്തെങ്കിലും നമ്മൾ കുഴപ്പം ചെയ്യുവാന്നേലും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. My beloved brethren, even today, we like to approach people who would say things that are smooth to hear. Even if something is wrong, we don't want to hear words which are spoken directly to us. 11ാം വാക്യം. Verse 11. വഴി വിട്ട് നടപ്പീൻ, പാത തെറ്റി നടപ്പീൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുൻപിൽ നിന്നും നീങ്ങുമാറാക്കുവീൻ എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കുമാറാക്ക് എന്നായിരുന്നു അന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞത്. Let us hear no more about the Holy One of Israel. That is what the Israelites said about God. പക്ഷെ ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? But what did God tell them? 15ാം വാക്യം. Verse 15. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. ദൈവം ഇവിടെ പറയുന്നു, God is telling here, നിങ്ങള് അവരെന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? what is God telling them to do here? മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുവാനായിട്ട് പറയുന്നു. God is telling them, in returning and rest you will be saved. In quietness and in trust shall be your strength. അവരെ വിശ്രമിക്കണം, ദൈവത്തിൽ വിശ്രമിക്കണം, യഹോവയിൽ വിശ്രമിക്കണം, യഹോവയിൽ ആശ്രയിക്കണം എന്നവിടെ പറയുന്നു. It's being said here that they should rest and trust in God. പക്ഷെങ്കിൽ 16ാം വാക്യം നോക്കിയാട്ടെ. But let's see what verse 16 says. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഞങ്ങൾ തുരകങ്ങളിന്മേൽ കയറിപ്പോകും എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. അന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ അടങ്ങിയിരിക്കേ,
ഞാൻ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, നിങ്ങൾ എന്നിലൊന്ന് ആശ്രയിക്ക്, നിങ്ങൾ എന്നിലൊന്ന് വിശ്വസിക്ക്. God had told Israelites, you be restful, you be quiet, you trust in me, you believe in me. പക്ഷെ അവര് പറഞ്ഞു, നോ 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 നോ, എനിക്ക് തോന്നുന്നില്ല ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന്, ഞങ്ങൾ ചില സ്റ്റെപ്പ് എടുത്തെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പല കാര്യം ചെയ്യുന്നു. But the Israelites said, no, 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 we must take some steps. We don't know what God will do. We must take some steps. And they went ahead with those ideas. അപ്പം ദൈവം പിന്നെന്തുവാ പറയുന്നത്? 17-ാം വാക്യം. So what did God tell them? Verse 17. മലമുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നിൻ പുറത്ത് ഒരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നതുവരെ ഏകന്റെ ഭീഷണിയാൽ 1000 പേരും 5 പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും. ഓ, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരാളുടെ ഭീഷണി കേട്ട് നമ്മൾ 1000 പേര് ഓടിപ്പോകും. So if we don't trust God, if we don't pay attention to his words and do accordingly, at the threat of one person, 1,000 will flee. അതിന്റെ അർത്ഥം എന്തുവാ? ഒരു കണക്കിന് 1000 പേരുണ്ടെങ്കിൽ ഒരുത്തനെ ചെന്ന് നമുക്ക് വിഴുങ്ങരുതോ? പക്ഷേ ഇവിടെ ഇത്രയും ഭയം അവരുടെ ജീവിതത്തിൽ വരുമെന്ന് വെച്ചാല് ഒരുത്തൻ പറഞ്ഞാൽ മതി 1000 പേരങ്ങ് ഓടും. So what does this verse mean? See, usually if 1,000% come against one person, it's so easy to defeat that one. But here, the 1,000 people were so full of fear that even at the sight of one person, they were fleeing. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം എന്താണെന്നറിയാമോ? But do you know what the heart of God is? ഹല്ലേലൂയ. 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Verse 18. Let's look into verse 18. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാത്തവണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ ഇച്ചൂടെ നോക്കാനുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കാൻ കാത്തിരിക്കുന്നു. So the Malayalam translation is not accurate here. Actually, the actual meaning is therefore the Lord longs to be gracious, waits to be gracious. യഹോവ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. God is longing and waiting to rescue you. ഇവിടെ യഹോവ കാത്തിരിക്കുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. So here it says God is waiting to do that. പക്ഷെ നമ്മൾ ദൈവത്തോട് ദൈവം ഞാൻ കാത്തിരുന്നിട്ട് നീ സഹായിച്ചില്ല. But many times we say, oh God, I have been waiting for so long, but you are not saving me. ഇവിടെ വഴക്കാണ്. ദൈവം പറയാൻ ഞാൻ കാത്തിരിക്കുന്നു. God is saying, I am waiting to save you. നീ ഒന്ന് അടങ്ങിയിരിക്കേ, ഞാൻ നിന്നെ സഹായിക്കാൻ പോവാണ്. You just be quiet and be restful. I am coming. I am going to help you. നമ്മളെ വഴക്കൊണ്ടോക്കാം, ഞാൻ കാത്തിരിക്കുക ഇത്ര നാള്. But we are arguing with God. Come on, God, I have been waiting for so long. സമയം ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി പറ്റത്തില്ല. ഓക്കെ, ഞാൻ മിസ്രൈമിന്റെ അടുത്തോട്ട് പോവാ. Oh God, I have been waiting for so long. Now it's I can't wait too much. I'm going to take help. എത്ര നേരം കണ്ടാണ് കാത്തിരിക്കുന്നത്? How long should I wait for you? എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. I have been praying for so long, oh God. ചെവി കേൾക്കത്തില്ലേ? Can't you hear God? ഞാൻ പോവാ. God, I'm going. മിസ്രൈമിന്റെ അടുത്തോട്ട് പോവാ. I'm going to I'm going to Egypt to take help from them. അവരെന്നെ സഹായിക്കും. They will help me. അവരുടെ കയ്യിൽ കുതിരകളുണ്ട്. They have horses. ഇനി ദൈവം എന്തോ പറയണം? So now, what should God tell you? മോനെ പോകണ്ട. Should he beg and say, my son, daughter, don't go? ദൈവം പിടിച്ചു നിർത്തത്തില്ല. God won't stop you from doing it. മിസ്രൈമിന്റെ അടുത്തോട്ട് പോകണമെങ്കിൽ പോയിക്കോ. If you want to go and take help from Egypt, go. പക്ഷെ ദൈവം മുന്നറിയിപ്പ് തരും. But God will give you a warning. യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും വിശ്രമവും രക്ഷയും നിനക്ക് ലഭിക്കത്തില്ല. You will not get the true rest and joy that you will get from. സങ്കീർത്തനം 68 അതിന്റെ 6 നമ്മളെയൊക്കെ
വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. There is a very important verse given in Psalm 68 verse 6, and it can provoke us to think deeply. വായിച്ചേട്ടെ. സംഗീതം 68:6. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു, എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ഇവിടെ 3 കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ 2 കാര്യം ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. Here 3 things are being said about God. First thing is that God makes a home for the lonely. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഉള്ളൂ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാനൊരു ഏകാകിയാണ് എന്ന് നിങ്ങളുടെ വിഷമം കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. Maybe you may be feeling sad, and in your sadness and grief you may be saying, I am so lonely, there's nobody for me. പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. But God is telling you, God settles the solitary in a home. Can you put that verse? അവൻ ബദ്ധന്മാരെ വിടുവിക്കും. He leads out the prisoners to prosperity. ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഈ പ്രശ്നത്തിലാണ്, ഞാൻ ഈ ഒരു കാരാഗ്രഹത്തിലാണ്, ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. Maybe you are a person who is telling God, oh God, I am in so much trouble, as if I am in a prison. Oh Lord, help me. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനായിട്ടുള്ളത്, ദൈവം ബദ്ധന്മാരെ വിടുവിക്കും. I want to remind you today, God leads out the prisoners to prosperity. ദൈവം ബദ്ധന്മാരെ വിടുവിക്കും. God leads out the prisoners to prosperity. എന്നാൽ But മത്സരികൾ, the rebellious, മത്സരികൾ എന്ന് വെച്ചാല് അവര് ദൈവം പറയുന്നത് പോലെ അല്ല നടക്കുന്നത്. അവർ സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്താണ് നടക്കുന്നത്. What's the characteristic of the rebellious people? They won't listen to the instruction of God. They decide on their own. ദൈവം ഈ വഴി എന്ന് പറഞ്ഞാൽ നോ, പറ്റത്തില്ല. If God says go this way, they'll say no, I can't do that. ദൈവം പറയുന്നു, മോനെ കീഴ്പ്പെട്. If God says, okay, son, you submit. ദൈവം പറയുന്നു, മോളെ ക്ഷമിക്ക്. God says, oh daughter, you forgive. പറ്റത്തില്ല, And then such people say, no, I can't do that. പറ്റത്തില്ല. I can't do that. അതിന് ആര് പറഞ്ഞാലും കൊള്ളാൻ, ഞാൻ സമ്മതിക്കത്തില്ല. I will not agree to it. Let anybody tell me, I am not going to do it. ദൈവത്തിന് അവിടെ ഇരുന്നോണ്ട് പറയാം, പക്ഷെ അവൻ എന്റെ സ്ഥിതി അറിയുന്നുണ്ടോ? It's so easy for God to sit there in heaven and tell me all these things to do. But does he understand the situation that I am going through? അപ്പനെ അമ്മയും അനുസരിക്കണോന്ന് എന്തോന്നൊക്കെയായി പറഞ്ഞു വരുന്നത്. What all is God telling me to do? To obey my parents? ദൈവം അങ്ങനെ നടക്കുന്ന ആൾക്കാര്, മത്സരികൾ എന്ന് പറയുന്ന ആൾക്കാര്, അവരെ വരണ്ട സ്ഥലത്തായിരിക്കും പിന്നെ ജീവിക്കുന്നത്. But these so-called rebellious people, they dwell in a parched land. വരണ്ട ദേശത്ത് പാർക്കും. Parched land. They will dwell in a parched land. അവർക്ക് അനുഗ്രഹം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. They won't be able to enjoy the blessings. ആത്മീക അനുഗ്രഹം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. They won't be able to enjoy spiritual blessings. മുന്നോട്ട് പോകാം. Let's move forward. ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം എന്താണ് ഞങ്ങൾക്ക് ക്ലിയർ അല്ല ബ്രദറെ. Now, many people would say, oh, brother, we are not really clear about the will of God. ശരിയായിട്ടും Oh, really?
നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കണം, എന്തോ ജോലി ചെയ്യണം, അത്ര ക്ലിയർ അല്ലായിരിക്കും. പക്ഷെ പല കാര്യങ്ങളും വളരെ വ്യക്തമാണ് ബൈബിളില്. Okay, maybe you may not know where to study or where to work, but there are many things which are clearly written in the Word of God and are clearly His will. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ പ്രശ്നം ദൈവഹിതം എന്തുവാന്ന് അറിയാൻ വയ്യാത്തതല്ല, പക്ഷെ അത് ചെയ്യാൻ നമുക്ക് മനസ്സില്ലാത്തതാണ്. My beloved brethren, the problem with us is not that we don't know the will of God. The problem with us is that we are not willing to do the will of God. പഴയ നിയമത്തിലെ ബലിയാം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. There was a person named Balaam in the Old Testament. അദ്ദേഹത്തിന് വ്യക്തമായിട്ടും അറിയായിരുന്നു ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ആൾക്കാരാണ്. He knew very clearly that these Israelites were the people of God. അവര് ദൈവം അനുഗ്രഹിച്ച ഒരു കൂട്ടം ആൾക്കാരാണ്. They are a group of people whom God has blessed. അവരെ ശപിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. And he knew very well that it's no use cursing them. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സാധനം വളരെ ഇഷ്ടമായിരുന്നു. But there was a problem with him. He was greedy for money. അപ്പൊ അതുള്ളത് കൊണ്ട് ഇനി എങ്ങനെ ഇതും കിട്ടാം, എങ്ങനെ ദൈവത്തിന്റെ ഹിതം ചെയ്യാം എന്ന് ഇത് രണ്ടും കൂടെ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന് മുമ്പാകെ ചെന്ന് ഇനി ഞാൻ എന്തോ ചെയ്യണം, ഇനി ഞാൻ എന്തോ ചെയ്യണം. So because of that greed for money, he wanted money and yet he wanted to do the will of God as well. So he used to approach God every now and then asking, what should I do? രണ്ടു മൂന്ന് പ്രാവശ്യം ആയപ്പോഴത്തേക്കിന് അവസാനം ദൈവം പറഞ്ഞു പോ. So when it happened a few times, then God said, okay, you go. ദൈവഹിതമായിരുന്നോ? So was that the will of God? ദൈവഹിതം എന്തുവായിരുന്നു? നമ്മള് പണത്തെ സ്നേഹിക്കരുത്, ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്. The will of God was that we should not love money, we should love God. പണത്തെ സ്നേഹിച്ചിട്ട് പിന്നെ ദൈവത്തിന്റെ ഹിതം കൂടെ ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്കൊന്നും കേൾക്കത്തില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. If we love God and then they make efforts to hear the will of God, then we will be confused. യഥാർത്ഥ ചോദ്യം, ദൈവം നമ്മളുടെ ഭരിക്കുവാൻ അല്ലെ നമ്മളുടെ മേളിൽ വാഴുവാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ? So the question here is, are we desirous to do the will of God or not? ലൂക്കോസ് 19:14 എടുക്കണ്ട, അവിടെ പറയുന്നു, we will not have this man to reign over us. ഈ വ്യക്തി ഞങ്ങളുടെ മേലിൽ വാഴുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. We will not have this man to reign over us. That's what is mentioned in Luke chapter 19 verse 14. ഇന്ന് പല വിശ്വാസികളും ദുഃഖമുള്ള കാര്യം ഇതാണ്, അവര് ഇങ്ങനെ ഉള്ളിൽ പറയുന്നു, ഞങ്ങൾ സമ്മതിക്കത്തില്ല ഈ യേശു പറയുന്ന പോലെ യേശു ഞങ്ങളുടെ മേലിൽ വാഴാൻ. And sadly, just like the Jews of those times, many believers of today also say the same thing. We don't want God or Jesus to rule over our hearts. വേറെ കുറച്ച് വിശ്വാസികളുണ്ട്, അവര് ഇങ്ങനത്തെ ആൾക്കാരല്ല. അവര് പറയുന്നത്, ദൈവത്തിന്റെ ഹിതം ചെയ്യണം, പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല, പക്ഷെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇയാളൊരു വലിയ ഒരു രാജാവാണ്, എന്തോ ആണോ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു എന്തോ അതിന് പറഞ്ഞ ഒരു ഡെസ്പോട്ട്, അതായത് നമ്മളൊക്കെ ഫോഴ്സ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഹിതം ചെയ്യിപ്പിക്കുന്ന ആള്. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോട് എന്നാ എന്താന്ന് വെച്ചാ നീ ക്ഷമിക്കാൻ പറഞ്ഞു, എന്നാ ഞാൻ ക്ഷമിച്ചേക്കാം. Now there's another category of believers. They says, oh, God has told us to do this, so we have to do this. Oh, what to do? This God, he's like he keeps forcing us to, and he wants makes us to do his will. So he has told us to forgive. Okay, what to do? Because he has told us, okay, we'll forgive. And half-heartedly they do so. മലാക്കി പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, അവിടെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ മക്കള്, we go around as mourners, ഞങ്ങള് വിലപിച്ച് ദൈവം പറയുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. In the book of Malachi, they say, oh, we are going around like mourners. We have been doing what God has been asking of us to do. പ്രിയമുള്ളവരെ, ദൈവം നല്ലവനാണ്. My beloved brethren, God is a good God. അവന്റെ ഹിതം നല്ലതാണ്. His will is good. അവന്റെ ഹിതം
അത് സ്വീകാര്യമായ ഒരു ഹിതമാണ്. His will is an acceptable will. അവന്റെ ഹിതം തികവുള്ളതാണ്. His will is good and perfect. വേറെ ചില വിശ്വാസികളുണ്ട്, അവര് പറയുന്നത് ഞാൻ എന്തോ ചെയ്താലും ചെയ്തില്ലേലും ഏതായാലും ദൈവഹിതം നടക്കും. There's another category of believers, and what they say is, oh, whether I walk in his ways or not, anyway God's will be done. ഞാൻ എന്തോ ചെയ്താലും ചെയ്തില്ലേലും അവസാനം ദൈവഹിതം നടക്കും. So whatever I do, it doesn't matter. Ultimately, God's purposes will be done. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ആത്മീയമായിട്ടൊക്കെ തോന്നും, പക്ഷെ ശരിയാണോ? Now, this statement may sound very spiritual, but is it a true statement? ഞാൻ ചോദിക്കട്ടെ, ദാവീദ് ബാത്ശേബയുമായിട്ട് വ്യഭിചാരം ചെയ്യണമെന്ന് ദൈവഹിതമായിരുന്നോ? Okay, can I ask you a question? Was it the will of God for David to commit adultery with Bathsheba? ശൗല് അമാലേക്കിന്റെ രാജാവിനെ കൊല്ലണമെന്നായിരുന്നു ദൈവം പറഞ്ഞത്, പക്ഷെ കൊന്നില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണോ? Now God had asked Saul to kill the kings of Amalekites. That was the will of God. But was that an option for Saul? പത്രോസ് യേശുവിനെ തള്ളി പറയണം, അത് ദൈവഹിതമായിരുന്നു. Was it the will of God for Peter to deny Jesus? യൂദാസ് ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവഹിതമായിരുന്നോ? Was it the will of God for Judas to betray Jesus? ദീമസ് എന്ന് പറയുന്ന ആള് ലോകത്തിന്റെ പുറകെ പോയി, അത് ദൈവഹിതമായിരുന്നോ? Was it the will of God for Demas to go after the world? ദൈവഹിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു അതൊക്കെ. So when I say the will of God, what I mean is, was it God's desire that these people should do like that? ഇതൊക്കെ ഇങ്ങനെ നടന്നാലും ദൈവം അവസാനം പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെങ്കിൽ ഇവരിങ്ങനെ തെറ്റ് ചെയ്യണമെന്നൊന്നും ദൈവത്തിന്റെ ഹിതമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. Although these people committed sinful acts, God ultimately worked out his grand purposes. But it was not in the perfect will of God that these people should do such things. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. My beloved brethren, if God's will has to be worked out in our lives, there's a choice from our side. നമ്മളുടെ ജീവിതങ്ങളിലെ എല്ലാ മേഖലകളിലും ദൈവഹിതം നടക്കേണ്ടതായിട്ടുണ്ട്. God's will has to take place in every area of our lives. ചില ആൾക്കാർ അവര് പറയുന്നു, ഞാൻ ദൈവഹിത പ്രകാരം സഭയിൽ വരുന്നു, ഞാൻ ദൈവഹിത പ്രകാരം സെൽ ഗ്രൂപ്പിൽ വരുന്നു, ദൈവഹിത പ്രകാരം വചനം വായിക്കുന്നു, ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നു. And some people say, I come to the church according to the will of God, I come to the cell group according to the will of God, I read the Bible and I pray according to the will of God. ഹല്ലേലൂയ. Hallelujah. പക്ഷെങ്കില് നിങ്ങളുടെ ബിസിനസ്സില് ദൈവഹിതം പ്രകാരമാണോ നടക്കുന്നത്? It's good that you're doing all these things, but in your business, are you doing the will of God? നിങ്ങൾക്ക് ഒത്തിരി പണം കിട്ടുന്നുണ്ട്, പക്ഷെ അത് സർക്കാർ അറിയുന്നുണ്ടോ? You are getting a lot of wealth, but does the government know that? നിങ്ങളുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം അത് ദൈവഹിത പ്രകാരമാണോ? What is happening in your bedroom, is it according to the will of God? നിങ്ങളുടെ ചിന്തകളിൽ നടക്കുന്ന കാര്യം അവിടെ യേശുവിന്റെ കർത്തൃത്വം ഉണ്ടോ? So does God have lordship over everything that's going in the realm of your thoughts? നമ്മള് ടിവിയിലോ കമ്പ്യൂട്ടറിലോ എന്തോ കാണുന്നു, അവിടെ ദൈവത്തിന്റെ ഹിതം ഉണ്ടോ? Does God has lordship over what you see in your computer or in the television? യേശു ക്രിസ്തു അവൻ കർത്താവാണ്. Jesus Christ, he is Lord. ചിലരൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മള് യേശുവിനെ കർത്താവാക്കണം. Many times, many people, including me, have said, we should make Jesus the Lord. No, അവനെ കർത്താവാക്കണ്ട, അവൻ കർത്താവാണ്. No. We need not make him the Lord. He is the Lord. ഇംഗ്ലീഷ് പാട്ടിനകത്ത് he is Lord എന്നാണ് പറയുന്നത്. ഒരു പാട്ട് ഇങ്ങനെയാണ്, കർത്തൻ നീ എന്ന്.
അവനെ കർത്താവാക്കണ്ട. You don't need to make him Lord. We need not make him the Lord. അവനെ കർത്താവായിട്ടൊന്ന് അംഗീകരിച്ചാൽ മതി. We just need to acknowledge him as Lord. യേശുവിനെ പുതിയ നിയമത്തിൽ ഒത്തിരി വിളിക്കുന്ന ഒരു വാക്കാണ് കർത്താവ്. In the New Testament, Jesus Christ is addressed many times as Lord. ഇന്ന് പലരും യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല. In the present day, many people don't acknowledge Jesus as Lord. അവർ യേശുവിനെ ഒരു ഫയർ ഇൻഷുറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. They have acknowledged Jesus as their fire insurance. അതായത് തീവെല്ലം പിടിച്ചാൽ തീക്കകത്ത് പോകാതിരിക്കാനായിട്ടുള്ള ഇൻഷുറൻസ് തരുന്നവൻ. That is, if they catch fire, then Jesus is the person who can insure them against all the fire problems. വേറെ പലരെ യേശുവിനെ ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് എടുത്തിട്ടുണ്ട്. And then there's another group of people who have considered Jesus as their service provider. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുന്ന വ്യക്തിയായിട്ട്, as a person who does lot of things for them. ആവശ്യമുള്ളപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം, എന്തൊക്കെ വേണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. പിന്നെ അദ്ദേഹം സമയത്തിന് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തിരിച്ചു വിളിച്ച് കുറച്ച് തെറിയും കൂടെ പറയാം. So if we are in need, we can call him and tell him to do certain things for us. And if he doesn't do these things in our time, then we can call him and hurl some abuses at him. അല്ല, അങ്ങനെയല്ലേ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് BSNL അല്ലെങ്കിൽ എയർടെൽ, അപ്പൊ നമ്മൾ അതിനു വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് റേഞ്ച് ഇല്ല, പരിപാടി ഇല്ല, ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു ശരിയാകുന്നില്ല, മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം വരുമ്പോ നമ്മുടെ ടോണൊക്കെ മാറും. നമ്മൾ പറയാം, എന്താടേ ഇത് എന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്. So many times that's what we do in our present day circumstances for BSNL or Airtel. If we want to get their services done and they don't do it, we call them 2 or 3 times, and still if it doesn't get done, then we get very angry and we shout at them. പ്രിയമുള്ളവരെ, ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താണ്? So what have I been trying to tell you? ഒന്നാമതായിട്ട് ദൈവം വലിയവനാണ്. Firstly, God is a great God. അവൻ എല്ലാ സ്തുതിയും എല്ലാ ബഹുമാനവും എല്ലാ അനുസരണവും എല്ലാ കീഴ്പ്പെടലിന് യോഗ്യനാണ്. He is worthy of all praise and honor and obedience and submission. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് യെശയ്യാവ് 30 എടുത്തിട്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ആഗ്രഹം നമ്മള് മത്സരികളായിട്ടുള്ള മക്കളല്ല, മറിച്ച് അനുസരണമുള്ള മക്കള്, കീഴ്പ്പെടുന്ന മക്കള് ആയിട്ട് ജീവിക്കണം. And secondly, through the book of Isaiah chapter 30, I try to tell you that God doesn't want us to be stubborn children, but he wants us to be obedient and submissive children. അതിന്റെ അർത്ഥം അവിടെ പറയുന്നത്, നമ്മൾ ആവശ്യത്തിലാവുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തോട്ടല്ല, അവന്റെ അടുക്കലേക്കാണ് പോകേണ്ടത്. So that means that when we are in need and in trouble, we should not approach other places for help, but we should go to God for help. നമ്മൾ മിസ്രയീമിന്റെ അടുക്കലേക്കല്ല പോകുന്നത്. We should not go to Egypt for help. അങ്ങനെ പോയാൽ, and in case we go, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള ആ സഹായം നമുക്ക് ലഭിക്കത്തില്ല. The problem is that if we go like that, we will not get the true help. പക്ഷേ നമ്മള് വരണ്ട സ്ഥലത്ത് ജീവിക്കും. But we will dwell in a parched land. ദൈവം കാത്തിരിക്കുകയാണ്, ദൈവം കരുണ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. And it says in Isaiah 30 that God is waiting and longing to be gracious to us. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, And the third thing which I said was, ദൈവഹിതത്തിൽ നിങ്ങൾക്ക് നടക്കണോ എന്ന് ഞാൻ ഇപ്പൊ ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാരും പറയും, ഞങ്ങൾക്ക് ദൈവഹിതത്തിൽ നടക്കണം. and if I ask you a question, do you want to walk in the will of God? All of you would say yes. അപ്പം പക്ഷേ ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അടുത്തതായിട്ട് പറയും, പക്ഷെ എനിക്കറിയത്തില്ല ദൈവഹിതം എന്താണ്. And immediately you would say the next line, but I don't know what the will of God. വേറെ ചിലര് പറയും, അയ്യോ എന്തോ ചെയ്യാനാ, ഇയാൾ ഏതാണ്ടൊക്കെ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടം പോലും ഇല്ല, എന്നാൽ ഇത് ചെയ്തേ പറ്റുമല്ലോ, ഇത് എന്തൊരു ജീവിതമാ, എന്തൊരു ദുരിതമാ, ഇതിനു മുമ്പ് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഈ വിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഇത് ഞാൻ എവിടെ വന്നു പെട്ടു എന്ന് വേറെ ചിലർ ചിന്തിക്കുന്നു. And another group of believers may say, oh, what to do, what a helpless situation, where have I landed myself in? Before I was a believer it was fine, but now that I have become a believer, this fellow up, he keeps telling me to do a lot of things and I have to do it, what to do?
അതുകൊണ്ട് പല്ല് ഞെർവിച്ചുകൊണ്ട് നമ്മൾ പല അവന്റെ ഹിതം ചെയ്യുന്നു. And with great difficulty and clenched teeth, we just obey God. വേറെ ചിലർ പറയുന്നു, ഇപ്പൊ ഞാൻ അവന്റെ ഹിതം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവൻ ദൈവമാണ്, അവനെല്ലാം അങ്ങ് ശരിയാക്കും. And there's another group of people who say, oh, whether I do the will of God or not, God will anyway overrule everything and he will make everything good. വേറെ ചിലർ പറയുന്നു, ഞാൻ ദൈവം ചെയ്യുന്നുണ്ടല്ലോ. And some other group of people who say, hey, I am doing the will of God. എല്ലാ മേഖലയിലും, Really? In all areas? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, in every area of our lives? ചിന്തകളില്, In our thought process? സംസാരത്തില്, In our speech? യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് അവൻ he delighted to do the will of God. അതായത് അവന്റെ ദൈവം അല്ലെ അവന്റെ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ അവന് ഇഷ്ടമായിരുന്നു. The Bible says that Jesus delighted to do the will of God. Hallelujah. 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 യേശുവിന്റെ അടുത്ത് പറയുന്നു, my food is to do the will of God. And in one place Jesus is saying, യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണം എന്ന്. ഇനി അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, And lastly, I would like to say this. ഈ ദൈവഹിതം ചെയ്യുന്നത് അത്ര ഈസി അല്ല. It's not very easy to do the will of God. 1 യോഹന്നാൻ 5:3 എഴുതിയിട്ടുണ്ട്, ഹിസ് കമാൻഡ്മെന്റ്സ് ആർ നോട്ട് ബർഡൻസം. അതായത് അവന്റെ കൽപ്പനകൾ അവ വലിയ ഭാരമുള്ളതല്ല എന്ന് എഴുതിയിട്ടുണ്ട്. 1 John chapter 5 verse 3 says, his commandments are not burdensome, but yet. പക്ഷെ വേറെ രീതിയിൽ ചിലപ്പോഴൊക്കെ അവന്റെ ഹിതം ചെയ്യണമെങ്കിൽ ഈസി അല്ല. But a lot of times it's not easy to do his will. യേശുവിന്റെ ഉദാഹരണം എടുക്കാം. Let's take the example of Jesus. യേശു എന്തിനായിരുന്നു ഈ ലോകത്തിൽ വന്നത്? Why did Jesus come into this world? മനുഷ്യരാശിയെ രക്ഷിക്കാനായിട്ടല്ലേ? Did he come to save humanity? യേശു 3 പ്രാവശ്യം, കുറഞ്ഞ പക്ഷം 3 പ്രാവശ്യമെങ്കിലും ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ അവൻ മരിക്കും. At least 3 times Jesus told his disciples, the Son of Man, he is going to die. അതായത് പ്രായം വന്ന് മരിക്കുന്നല്ല, ഇവരെല്ലാം എന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത്. Not dying of old age, but these people, they are going to kill me. That's what Jesus meant when he told the disciples. എന്നാൽ അതേ യേശു ക്രിസ്തു മർക്കോസ് 14 നമുക്ക് നോക്കാം. മർക്കോസ് 14 അതിന്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളെ അവിടെ നമുക്ക് ചില യേശുവിന്റെ മനസ്സിൽ നടന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. But let's turn to Mark chapter 14 verse 32 to 34 and have a look at what all things went through Jesus' mind. മർക്കോസ് 14 32 തൊട്ട് 34 വരെ. അവർ ഗത്ശമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. അയ്യോ, യേശുവിനെ അറിയത്തില്ലേ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട എന്ന വചനത്തിൽ എഴുതിയിട്ടില്ലേ? Now, doesn't Jesus know that you should not be afraid, you should not be anxious? 32 കാണിച്ചേ. ഇവിടെ ഓക്കെ, ഭ്രമിച്ച്. ഓക്കെ, 33 അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. And it's written in verse 33, he began to be greatly distressed and troubled. നമ്മളൊക്കെ പലരും യേശുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പുള്ളി ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു. അപ്പൊ ഇനി എന്തോ പ്രശ്നം വന്നാലും അദ്ദേഹം ഇങ്ങനെ ചാടി, നോ പ്രോബ്ലം, ക്രൂശോ, എത്ര നേരം ഇപ്പൊ ഞാൻ മരിക്കാം, ഒരു വല്ലാത്ത ചിന്തയാ. പക്ഷെ നമ്മൾ വചനത്തിൽ അങ്ങനല്ല. വചനത്തിലെ യേശു അങ്ങനല്ലായിരുന്നു ക്രൂശിലേക്ക് പോയത്. Many of us may have odd ideas about Jesus. We may think he was a superman, and he must have said, oh, cross, that's such an easy
easy thing for me. That's not a problem at all, you know. But it's written very clearly here. He was very distressed and troubled. ഒരുപക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന ചില ആൾക്കാർ ഇവിടെ യേശു പറഞ്ഞു ക്രൂശ് എടുത്ത് അവന്റെ പിന്നാലെ പോവാന്ന്. അതിനെന്താ? Now, some of you who are listening to me, you may say, okay, Jesus told me to take up my cross and follow him. Yeah, so what's the big deal? ഈ കൂൾ എന്ന് പറയുന്നവരാണ് ആദ്യം വീഴാൻ പോകുന്നത്. And those who talk like this, they are going to be the people who are going to stumble first. ഇവിടെ പത്രോസ് ഇദ്ദേഹം കൂൾ എന്ന് പറഞ്ഞായിരുന്നു. And just look at Peter. He was saying, cool. And then what happened? അദ്ദേഹം പറഞ്ഞു ഇനി ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല. He said, even if everybody denies you, Jesus, I am not going to deny you. പ്രിയമുള്ളവരെ, you know, romanticize all this. ഇതെല്ലാം വളരെ റിയൽ കാര്യങ്ങളാണ്. My beloved brethren, don't romanticize all these things. These things which Jesus went through and what we are going through, they are very real. 5 മിനിറ്റ് എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. I am going to finish after taking 5 more minutes. 34 Verse 34. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിട്ടിരിക്കുന്നു. യേശു അതിദുഃഖിതനായി. Oh, Jesus was very sorrowful. ഇതേ സംഭവത്തെ കുറിച്ച് മറ്റ് സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു കണക്കിന് യേശുവിന് ഒരു ഏകാന്തത പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ 3 പേരോട് എന്റെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. The same incident is mentioned in the other 3 Gospels, and maybe Jesus was going through that phase of loneliness. That's why he asked his other 3 disciples to join him in prayer. പ്രിയമുള്ളവരെ, ചില സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് തന്നെ പറ്റത്തില്ല, നമുക്ക് അടുത്ത ചില ആൾക്കാർ വേണം. My beloved, there are times in our life when we go through different circumstances, we can't handle it alone, and we need a few people close to us. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ വേറെ ചിലരുടെ പ്രാർത്ഥന നമുക്ക് വേണം. We may be praying, but we would be needing the prayers of few other people. യേശു അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. And therefore Jesus told his disciples, you pray. ഓർത്തോണം, യേശുവിന്റെ അവസ്ഥ പറയുവാണ് ഇവിടെ. And remember that Jesus was telling about his own condition. ഒന്നോർത്ത് നോക്കിയാ, ഇന്ന് പല ലീഡേഴ്സും അവര് വിചാരിക്കുന്ന അവരുടെ ഹൃദയത്തിലുള്ള അവസ്ഥ ബാക്കിയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെയാ, അപ്പൊ അവര് പിന്നെയും മറ്റൊരു ചിന്തിക്കും, അപ്പൊ ഇയാള് ഒരു ലീഡർ അല്ലല്ലോ. പക്ഷെ ഇവിടെ വേണ്ട ലീഡർ അടുത്ത 2-3 പേരോട് പറഞ്ഞു, ഞാൻ വളരെ വിഷമത്തിലാണ്. Many times, many spiritual leaders, they are reluctant to share what they are going through because they may feel, what will the others think? Is he really spiritual? But here we see the example of Jesus, the true leader. He is opening up his heart to the disciples. Let's read further. മുന്നോട്ട് നമ്മൾ കാണുന്നത് യേശു 1, 2, 3 പ്രാവശ്യം തിരിച്ചു വന്ന് നോക്കിയപ്പോഴും ശിഷ്യന്മാര് ഭയങ്കരമായിട്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And we read here that 3 times Jesus came back after praying only to find his disciples sleeping. എന്നാൽ യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. But here we see that Jesus is praying. അവിടെ എഴുതിയിരിക്കുന്നത്, and it's written here, പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണ്. പ്രിയമുള്ളവരെ, ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിലത്ത് വീണു അദ്ദേഹം. My beloved brethren, there would be times in our lives where we won't be able to pray just sitting. We'll have to fall to the ground prostrate and pray. അവിടെ യേശു പറയുന്നത്, കഴിയുമെങ്കിൽ ആ നാഴിക, if it were possible, ഈ പാനപാത്രം നീ എടുത്ത് മാറ്റണം, അല്ല ഇതൊന്ന് എടുത്ത് മാറ്റണം കഴിയുമെങ്കിൽ എന്നാണ് അവിടെ ചോദിച്ചത്. And it's written here that he prayed, God, if it is possible, this hour may pass by. അപ്പാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. And in verse 36 we see that he was praying, Abba, Father,
If possible, remove this cup from me. ഒന്ന് ഓർത്ത് നോക്കിയാൽ യേശു ക്രിസ്തു പറയുവായി, യേശു ക്രിസ്തുവിന് അറിയാം ഇതിനു വേണ്ടിയാ യേശു വന്നത്. Jesus knew very well that he had come to this world for this very hour. യേശുവിന് അറിയാമായിരുന്നു ഇതാ പിതാവിന്റെ ഹിതമെന്ന്. He knew very well that this was the will of the Father. എന്നാൽ ഇവിടെ നമുക്ക് യേശു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. But we see here that how humane Jesus was. No, we see the humanity of Jesus. അവന്റെ മനുഷ്യ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ കാണുന്നു പിതാവിന്റെ ഹിതം ഇതെന്ന് അറിഞ്ഞിട്ട് പോലും പറ്റുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണമേ എന്നാ പ്രാർത്ഥിച്ചത്. And even when he knew the will of the Father, he prayed, Father, if possible, remove this cup from me. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതാ ദൈവഹിതം. My beloved brethren, there are many times when we know clearly what the will of God is. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കാം. But to do that would be so difficult for us. ഒരുപക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വന്നേക്കാം. Maybe if we do that will, we may go through lot of pain. ഒരുപക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മൾ മരിച്ചെന്ന് വന്നേക്കാം. Maybe if we do that will, we may even die. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് ഒരിക്കലും അതിൽ നിന്ന് ഫലം വരത്തില്ല. And that is why Jesus said, unless a grain of wheat falls to the ground and dies, it will not bear fruit. പ്രിയമുള്ളവരെ, ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എന്തൊരു വണ്ടർഫുൾ ആണ്. അവിടെ പറയുന്നു, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ. And in verse 36 we see a very beautiful prayer. He prays, yet not what I will, but what you will. ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതേ ആകട്ടെ എന്ന് പറഞ്ഞു. And he said, yet not what I will, but what you will. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് ഈസി അല്ല. My beloved brethren, it's not easy to live a Christian life. സൺഡേ സ്കൂൾ മുതൽ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണമെന്ന് നമുക്കറിയാം. ഇനി പുതിയതായിട്ട് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. പ്രിയമുള്ളവരെ, From our Sunday school years onwards, we have been taught that we should obey our parents. ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് 100,000 കപ്പിൾസ് മീറ്റിംഗിൽ പറയുന്നു. Wives should obey and be subject to their husbands. We have been taught that several times in couples meeting. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം എന്ന് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. We have heard a lot of times that husbands should love their wives. പക്ഷെ ഇതെല്ലാം നമ്മളെ അന്യോന്യം, ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അന്യോന്യം ക്ഷമിക്കണമെന്നുള്ള പലപ്പോഴും ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് വരുമ്പം ഒത്തിരി വിശ്വാസികൾ പറയും, ഇന്ന് എനിക്ക് വിടുതലായിരുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത് ഇപ്പൊ പുതിയതായിട്ട് കേട്ടതാണോ? And now once in a while we may hear the message about forgiving each other, and then many people are convicted and they say, oh, today's message was so delivering. And then I think, wow, is this a new thing that's being told? പ്രിയമുള്ളവരെ, ഞാൻ കളിയാക്കുവല്ല. ഞാൻ പറഞ്ഞു വന്നത്, ദൈവഹിതം എന്താണെന്ന് പലപ്പോഴും നമുക്കറിയാം, പക്ഷെ അത് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. See, what I'm trying to say is, we may know what the will of God is, but to put that to practice could be difficult. തന്നെത്താൻ ത്യജിക്കേണ്ടി വരും. We need to deny ourselves. ക്രൂശ് എടുക്കേണ്ടി വരും. We need to take up his cross. ചിലപ്പോൾ നാണം കെടേണ്ടി വരും. And we need to be ashamed. ചിലപ്പം വേദന അനുഭവിക്കേണ്ടി വരും. We may have to go through pain. മരണ അനുഭവങ്ങള് അനുഭവിക്കേണ്ടി വന്നേക്കാം. We may have to go through experiences of death. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ ഓർക്കണം. And during those points of time, we need to remember Jesus. നമ്മുടെ കർത്താവ് എന്തുവാ പറഞ്ഞത്? What did our Lord say? എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. Nevertheless, not my will, but your will be done. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let's all rise up. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let's all rise up. എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നടക്കട്ടെ. Nevertheless, not my will, but your will be done. അന്ന് യേശു ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പിതാവിന്റെ സൈഡിൽ നിന്ന് വല്ല ശബ്ദം കേട്ടോ? After praying so much, did Jesus hear a word from his Father? നിശബ്ദതയായിരുന്നു. It was silence. എന്നാൽ പിതാവ് സദാ നിശബ്ദനല്ലായിരുന്നു. ഒരു സമയം വന്നപ്പോൾ
ഈ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. But the Father was not silent forever. When the appropriate time came, ഹല്ലേലൂയ. he caused the Son to rise up from ഇന്ന് heaven. എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, Today, what I want to ask you a question. നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ആരാണ്? Who is the Lord of your lives? ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രധാന തീരുമാനമെടുക്കുന്നത്? Who is the main decision maker of your lives? നിങ്ങളുടെ ജീവിതത്തിലെ സിംഹാസനത്തിൽ ആരായിരിക്കുന്നത്? Who is enthroned in the throne of your lives? അതിൽ നിങ്ങളാണോ ഇരിക്കുന്നത്? Are you sitting on that throne? പ്രിയമുള്ളവരെ, അതിൽ നിങ്ങളല്ല ഇരിക്കേണ്ടത്. My beloved brethren, you are not the person to be seated on. അതിലിരിക്കാൻ യോഗ്യനായവൻ ഒരാളുണ്ട്. There is one person who is worthy to sit on that throne. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുഹിത പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എല്ലാ നാമത്തിലും മേലായ നാമം യേശു മാത്രമാണ് അവിടെ ഇരിക്കേണ്ടത്. The one who suffered and got crucified and died for you, and according to the will of the Father rose again on the third day and was given a name which was above every other name. He alone is worthy to sit on that throne. അവന്റെ മുമ്പാകെ നമ്മുടെ മുട്ടുകൾ മടക്കാം. Let's bow our knees before him. നമുക്ക് അവനോട് പറയാം, reign in me, sovereign Lord, reign in me. കർത്താവേ, സർവാധിപതിയായിട്ടുള്ള കർത്താവേ, അങ്ങ് എന്റെ ജീവിതത്തിൽ വാഴണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് മലയാളത്തില്. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, അങ്ങ് വലിയവനായ ദൈവമാണല്ലോ കർത്താവേ. അങ്ങ് ഉയർന്നു പൊങ്ങി ഇരിക്കുന്നവനാണല്ലോ കർത്താവേ. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. അങ്ങേ ഞങ്ങൾക്ക് കർത്താവെ ചെറുതാക്കാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല. കർത്താവെ, അങ്ങ് നല്ലവനാണ്. അങ്ങയുടെ ഹിതം നല്ലതാണ്. അങ്ങയുടെ ഹിതം തികവുള്ളതാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിലക്ക് മേടിച്ചുവല്ലോ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും കർത്താവെ, ഹല്ലേലൂയ, അങ്ങ് തന്നെ കർത്താവായി ഇരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ചില ഗെത്സമനെ തോട്ടം കർത്താവെ, അതായത് വളരെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നു. ദൈവഹിതം എന്താണെന്നറിയാം, പക്ഷെ അത് ചെയ്യുവാൻ ഒരു ഭയം, ചെയ്യുവാൻ അങ്ങോട്ട് മുന്നോട്ട് പോവാൻ ഒരു എന്തോന്ന് ഒരു റിലക്റ്റൻസ്. കർത്താവേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പറയുവാൻ വേണ്ടി എല്ലാവരെയും സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്നത്തെ അങ്ങയുടെ വചനം നൽകിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, we love you Lord, we thank you Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.